വെൽക്കം ടു ക്രേസി വെജ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഉള്ളി മുരിങ്ങയ്ക്ക തീയലാണ്. അപ്പോൾ തേങ്ങ വറുത്തരച്ച് തയ്യാറാക്കുന്ന തീയലിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി ഒരു ഉള്ളി 2 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഈ രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 2 പച്ചമുളക് നടുകെ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മുരിങ്ങയ്ക്ക വേണം. ഞാനിവിടെ ഒരു 3 മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. നമ്മൾ സാമ്പാറിനും അവിയലിനും ഒക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ വേണം. നല്ല മൂത്ത തേങ്ങയായിരിക്കണം. മൂത്ത തേങ്ങയാണെങ്കിൽ മാത്രമേ നല്ല സ്വാദ് കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ചിരട്ടയുടെ കളർ നല്ല ബ്രൗൺ കളറാണെങ്കിൽ ആ തേങ്ങ ഏകദേശം മൂത്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതൊരു 1.5 കപ്പ് തിരുമിയ തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അല്ലാതെ ഒരു പിടിക്കണക്ക് പറയുകയാണെങ്കിൽ 4 പിടി തേങ്ങ വേണം. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ അളവ് വേണമെങ്കിൽ കുറച്ചെടുക്കാം. പിന്നെ ഉലുവ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും എടുത്തിട്ടുണ്ട്. മുഴുവൻ ഉലുവയാണ് എടുത്തിരിക്കുന്നത്. പൊടിയാണെങ്കിൽ അത് അവസാനം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് തേങ്ങയുടെ കൂടെ വറുക്കണം. പിന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടി അതിൻ്റെ പകുതി 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും മല്ലിപ്പൊടിയുടെ നേർ പകുതി അളവിലായിരിക്കണം മുളക് പൊടി വരേണ്ടത്. പിന്നെ നമുക്ക് ഇവിടെ പുളിക്ക് ആവശ്യമുണ്ട്. പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ വാളൻ പുളിയാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പിഴിപുളി എന്ന് പറയുന്നത്. ഒരു നെല്ലിക്കയുടെ അത്രയും വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ആ സമയത്ത് നമുക്ക് പിഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി 2 തണ്ട് കറിവേപ്പിലയും. ഇത്ര സാധനങ്ങൾ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു കടായി നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ചൂടായ കടായിലേക്ക് തേങ്ങയും ഉലുവയും കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഇളക്കി ആ തേങ്ങയും ഉലുവയും കുരുമുളകും നന്നായി ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 5 ചെറിയ ഉള്ളി നടുകെ കീറി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നതെന്നാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഗോൾഡൻ കളറിൽ ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ആ പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം. പുളി പിഴിഞ്ഞ് ഈ രീതിയിൽ അത് അരിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഈ ഒരു വെള്ളമാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് വറുത്ത് എല്ലാം ഒരേപോലെ വരണം. ഒരേപോലെ കിട്ടാൻ നമുക്ക് പ്രയാസം ഉണ്ടെങ്കിൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് തിരുമിയിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം ഒരേപോലെ തന്നെ കിട്ടും. ഈ രീതിയിൽ യൂണിഫോം ആയിട്ട് എല്ലാം ഒരേ രീതിയിൽ ഫ്രൈ ആയി കിട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 ഒരുമിച്ചല്ല ചേർക്കുന്നത്. മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത മണം വന്നു കഴിയുമ്പം അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുന്ന ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ അത് അടുപ്പിൽ നിന്ന് മാറ്റുക. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് തണുക്കാനായിട്ട് വെക്കാം. എന്നിട്ട് അതേ കടായിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണയുടെ അളവ് വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം, കാരണം നമ്മൾ തേങ്ങ വറുത്ത് അരയ്ക്കുന്നുണ്ടല്ലോ. 2 ടേബിൾ സ്പൂണോ 1 നമ്മുടെ ഇഷ്ടം പോലെ ആക്കാം. ഇനി ആ എണ്ണയിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും മുരിങ്ങയ്ക്കയും കൂടെ നന്നായിട്ട് വഴറ്റി വേവിച്ച് എടുക്കണം. അപ്പോൾ അതൊരു 10-15 മിനിറ്റോളം നമ്മൾ വഴറ്റി കൊടുക്കണം. അപ്പോൾ അതിന് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് അത് വേവിച്ച് കൊടുത്താലും മതി. നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിക്കാതെ വേവിക്കുമ്പോഴാണ് കൂടുതൽ സ്വാദ് വരിക. അപ്പം ഉള്ളിയിൽ തന്നെ ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുരിങ്ങയ്ക്ക നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് അടച്ച് വെക്കുക. ഇതൊരു 5 മിനിറ്റ് കൂടി ഇരിക്കുമ്പം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ രീതിയിൽ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. തിരി നന്നായിട്ട് അങ്ങോട്ട് കുറച്ച് വെച്ച് കൊടുത്തേക്കാം. അപ്പം ആടി പിടിച്ച് പോകുന്നുമില്ല. ഉള്ളി പെട്ടെന്ന് കരിഞ്ഞൊന്നും പോവില്ല. നല്ല കറക്റ്റായിട്ട് വെന്ത് വരികയും ചെയ്യും. ഈ രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചിരുന്നത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് പൊടിക്കുക. വെള്ളം ഒഴിക്കാതെ ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഫ്രൈ ആയിരിക്കുന്ന ഉലുവയും കുരുമുളകും ഒക്കെ പൊടിഞ്ഞു വരത്തുള്ളൂ. പൊടിഞ്ഞു കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ രീതിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞിട്ട് മുരിങ്ങയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ വറുത്ത ആ മസാല ചേർത്ത് കൊടുക്കാം.
ഇനി അതിൻ്റെ കൂടെ ജാറ് കഴുകിയിട്ട് ഞാനൊരു 1.25 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ പുളി പിഴിഞ്ഞ വെള്ളവും ഇതിൻ്റെ കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളമേ നമ്മൾ അതിൽ ചേർത്തിട്ടുള്ളൂ. വെള്ളം വേണമെങ്കിൽ ഒരു 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ അഡീഷണൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അത് നന്നായിട്ട് കുറുകിയിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് അതിൽ പച്ചക്കറി ഒന്നും ഇനി അത് വേകാനൊന്നുമില്ല. ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കണം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇളക്കി അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് തിളപ്പിക്കുക. അപ്പോൾ തിളച്ച് വരുമ്പം അതിലേക്ക് ഈ രീതിയിൽ എണ്ണ മേളിലേക്ക് തെളിഞ്ഞു വരണം. ഈ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ തീയിൽ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എണ്ണ തെളിയുന്നത് വരെയാണ് നമ്മൾ അത് തിളപ്പിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ തെളിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ എടുക്കുന്നത് നല്ല മൂത്തതായിരിക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ വറുത്തരച്ച തീയൽ തയ്യാറായിട്ടുണ്ട്. അപ്പം ഈ തീയൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.